ഹായ് ഗായ്സ്. ഇന്ന് നമ്മൾ നമ്മുടെ ഈവനിങ് ടൈമിൽ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കേട്ടോ, കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ കുറേ താറാവും വെള്ളവും കായലും പാടങ്ങളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. വീടിന്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ കണ്ടോ, നേരെ വരുന്നത് കായലിലേക്കാണ്. നല്ല വ്യൂ. ഈവനിങ് ടൈം ആകുമ്പോൾ സൺസെറ്റ് ആയി വരും. കണ്ട, പിന്നെ ചെറിയ വെള്ളത്തിൽ എഞ്ചിൻ വെച്ച ചെറിയ വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൽ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം നല്ല വിശാലമായ കായൽ, താറാവ്, വെള്ളം ഒക്കെ ആയിട്ട്. കുട്ടനാട്ടിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും നോർമൽ ബോട്ടുകളും ഒക്കെ കാണാം. ഇവിടെ നോർമലി കരയ്ക്കുള്ള ആൾക്കാരെ പോലെ ഓരോ വീട്ടിലും 2 വീലേഴ്സ് ഉള്ളതുപോലെ ഇവിടെ ഓരോ വീട്ടിലും ചെറിയ വെള്ളം, വലിയ വെള്ളം, അങ്ങനെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടനാട്ടുകാർക്ക് ഇതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയല്ല. ഈ മോട്ടറിന്റെ അപ്പുറത്ത് നമ്മൾ കണ്ടത്തിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ഇവിടെ ഒരു തടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചാലാണ്. അപ്പൊ ചാടി അക്കരെ ഇറങ്ങും. ഇവിടെമാര് പിന്നെ ഭയങ്കര ചാടുന്ന ആൾക്കാരായത് തന്നെ കൊണ്ട് ചാട്, ഒറ്റ ചാട്ടം. അത്ര ഉള്ള കാര്യം. വെരി സിമ്പിൾ. ചിന്നമ്മ ചാടും. നോ ആർക്കോ കണ്ടോ. കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടനാടൻ പാടശേഖരങ്ങളാണ് മെയിൻ. ഇവർക്കിതൊരു പുത്തിരിയല്ല, കുഞ്ഞിനെ മുതൽ കണ്ട് ശീലിച്ചത് കാരണം. ഒത്തിരി പോകണ്ട. ചുമ്മാ ഈവനിങ് ടൈമിൽ കുട്ടനാടൻ പാടശേഖരത്തിൽ കൂടി ഇങ്ങനെ പതിയെ നടക്കാം. വരിക, ചെളി പോകരുത്. ചെളി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കണ്ട. നിറയെ പാടങ്ങൾ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ഇതേപോലെ ചെറിയ വരമ്പുകൾ വെച്ചിട്ടാണ് കേട്ടോ. ഇത് നെല്ലൊക്കെ ഇത്രയുമായി. നെല്ലൊക്കെ ഇത്രയായി. പക്ഷെ ഇതിന്റെ ഇടയിൽ കളയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കള മീൻസ് നെല്ലല്ലാതെ വളരുന്ന ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ആയി കഴിയുമ്പോഴത്തേക്കിനും ആ ചെടികളൊക്കെ മാറ്റി എല്ലാവരും ഇറങ്ങി ആ ചെടികൾ മാത്രം മാറ്റിയിട്ട് കള പറിക്കാന്ന് പറയും. കള പറിച്ച് കളഞ്ഞിട്ട് നെല്ല് ഇതേപോലെ നെല്ലില്ലാത്ത ഭാഗത്തൊക്കെ ഈ പോഷനൊക്കെ കണ്ടോ വേദിച്ചിട്ട് കിളിർത്തിട്ടില്ല, ഇല്ലാത്ത ഭാഗത്തേക്ക് നടും. അപ്പൊ എല്ലായിടത്തും നന്നായിട്ട് ഒരേപോലെ ഒരേ പൊസിഷനിൽ വരും. അപ്പോൾ എന്നിട്ടത് വലുതാകുമ്പോഴത്തേക്കിനും നല്ല രസമായിരിക്കും. എല്ലായിടത്തും ഉണ്ടാവും. നന്നായിട്ട് വളരുകയും ചെയ്യും. വളമൊക്കെ ചെയ്ത് അപ്പം അങ്ങനെ. ഉണ്ടായി ചെളിക്കകത്തൊക്കെ ഇറങ്ങാനായിട്ട് ഇവളുമാർക്ക് ഭയങ്കര വിരുദാണ്. ഇവരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചെളിയിലിറങ്ങാൻ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ടാറ്റാ ബൈ ബൈ. ഇങ്ങോട്ട് നോക്ക്. ടാറ്റാ ബൈ 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 ബൈ.